അടുത്ത നമ്മൾ ടോപ്പിക് പഠിക്കാൻ പോകുന്നത് സോലിബിലിറ്റിയെ കുറിച്ചാണ്. സോലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്യാസ് ഏതെങ്കിലും ഒരു സിലിണ്ടറിക്കൽ ടാങ്കിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിക്കൽ ടാങ്കിൻ്റെ ഇൻസൈഡ് സർഫസിൽ ആ ഗ്യാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. ആ ഇൻസൈഡ് സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ സോലിബിലിറ്റി കണ്ടുപിടിക്കുന്നത്. സോലിബിലിറ്റി ടൈംസ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതായത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് സോലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സോലിബിലിറ്റി ടൈംസ് പാർഷ്യൽ പ്രഷർ ആയിരിക്കും. ഇനി ഈ സോലിബിലിറ്റിയുടെയും അതുപോലെ തന്നെ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രൊഡക്റ്റാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോ പെർമിയബിലിറ്റി ഈക്വൽ ടു സോലിബിലിറ്റി ഇൻറ്റു ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അടുത്താണ് സ്റ്റഡി മാസ് ഡിഫ്യൂഷൻ ത്രൂ എ വാൾ. ഒരു പ്ലെയിൻ വാളിൽ കൂടി അത് കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് തിക്നെസ് ഉള്ള ഒരു വാളിൽ കൂടിയുള്ള മാസ് ഡിഫ്യൂഷൻ്റെ ഇക്വേഷൻ. നമുക്കറിയാം, മാസ് ഡിഫ്യൂഷൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മാസ് ഡിഫ്യൂഷൻ കോൺസെൻട്രേഷൻ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടെമ്പറേച്ചർ പോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ മാസ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇക്വേഷൻ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? എം ഡോട്ട് ഡിഫ് എന്ന് പറയുന്ന ഡിഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന മാസ് ട്രാൻസ്ഫർ ആണ് ഈക്വൽ ടു റോ ഇൻറ്റു ഡി എ ബി ഇൻറ്റു എ. റോ ഈക്വൽ ടു ഡെൻസിറ്റി, ഡി എ ബി എന്ന് പറയുന്ന ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ, എ എന്ന് പറയുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്, ഇൻറ്റു WA1 മൈനസ് WA2. W എന്ന് പറയുന്നത് മാസ് കോൺസെൻട്രേഷൻ ആണ്, ഡെൻസിറ്റിക്ക് ഇക്വലൻ്റ് ആണ്, ഡിവൈഡ് ബൈ L ആണ്. അപ്പോൾ മാസ് ഈ ഇക്വേഷനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് റോ എന്ന് പറയുന്ന ടൈം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. DAB ഇൻറ്റു എ ഇൻറ്റു റോ A1 മൈനസ് റോ A2 ഡിവൈഡ് ബൈ L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. റോ എ റോ 2 എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വാളിലെ ആ കമ്പോണൻറ്റിൻ്റെ ഡെൻസിറ്റി ആയിട്ട് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്യാസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ടാങ്കിലെ മെറ്റീരിയൽ, സോളിഡ് മെറ്റീരിയലിലുള്ള വാളിലുള്ള കോൺസെൻട്രേഷനാണ് റോ A1. അതിൻ്റെ പുറത്തുള്ള, അതായത് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ചെറിയ തിക്നെസ്സിലുള്ള കോൺസെൻട്രേഷനാണ് റോ A1. ഈ ഒരു ചെറിയ തിക്നെസ്സിലുള്ള കോൺസെൻട്രേഷനാണ് റോ A2, അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റിയാണ് റോ A1 മൈനസ് റോ A2 ആണ് അതിൻ്റെ ഡെൻസിറ്റി ഡിഫറൻസ്. L എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സാണ്. ഇനി സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷെല്ലിലും നമ്മൾ നേരത്തെ കണ്ടുപോലെ ഹീറ്റ് ട്രാൻസ്ഫറിൽ കണ്ടുപോലെയുള്ള ഇക്വേഷൻസ് നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. നമ്മുടെ ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിനകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ സിലിണ്ടർ, അതിൻ്റെ അതേ ഫോമിലുള്ളതാണ്. അതിനകത്ത് ടെമ്പറേച്ചറിന് പകരം കോൺസെൻട്രേഷൻ വരുന്നു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്ഫിയറിൽ കൂടിയുള്ള ഇക്വേഷന് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ അതേ ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ്. ടെമ്പറേച്ചറിന് പകരം കോൺസെൻട്രേഷൻ വരുന്നു എന്ന് മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ. ഒരു പ്രോബ്ലമാണ്. A rectangular cylindrical container having walls 16 mm thick is used to store gaseous hydrogen. ഒരു റെക്റ്റാങ്കുലർ കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിൻ്റെ വാൾ തിക്നെസ് 16 mm ആണ്. അതിനകത്ത് ഗേഷ്യസ് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ
ഹൈ പ്രഷറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ സ്റ്റീൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ് ആർ 1.2 kmol per meter cube and 0. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ തന്നിരിക്കുകയാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ ഇക്വലൻ്റ് ആണ്. മോളാർ കോൺസെൻട്രേഷനാണ് തന്നിരിക്കുന്നത് 1.2 ആൻഡ് 0. അപ്പോൾ സി എ എന്ന് പറയുന്നത് ഇൻസൈഡ് സർഫസിലുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1.2 ആണ്. 1.2 ആണ് നമ്മുടെ CA1 എന്ന് പറയുന്നത്. 0 ആണ് CA2. നമ്മുടെ ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്താൽ DA CA മൈനസ് CA2 എന്ന് പറയുന്നത് 1.2 തന്നെ വരും. CA1 മൈനസ് CA2, CA1 എന്നുണ്ട്, CA1 മൈനസ് CA2 എന്ന് തന്നെ വരും. ഓക്കെ. അസ്യൂമിങ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഹൈഡ്രജൻ ഇൻ സ്റ്റീൽ ഈസ് 0.248 into 10 raised to minus 12 meter square per second. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് DA തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു DA ഇൻറ്റു CA1 മൈനസ് CA2 ഡിവൈഡ് ബൈ L എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കിട്ടും. ഒരു പെർ മീറ്റർ ക്യൂബിൽ എത്ര മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ആ ടാങ്കിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും.